ആത്മാവേപ്പോ 2004 ബേപ്പൂരിന്റെ മണ്ണിൽ തുടക്കം കുറിച്ച ജബുലാനി ഐസ് മിസ്റ്റിന്റെ ആത്മാവേപ്പോ സീസൺ 4 കോതിപ്പാലം ടർഫിന്റെ മുന്നിൽ ജബുലാനിന്റെ ആത്മാവേപ്പോ സീസൺ 4 നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത്ഭുതങ്ങളുടെ മാലപ്പടക്കം തീർത്ത കോഴിക്കോട് ജബുലാനി ഐസ് മിസ്റ്റിന്റെ 21ാം വർഷത്തിലെ താരം ആത്മാവേപ്പോ സീസൺ 4 ഇത് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 അംഗ സമിതി പഠനം നടത്തി. ഇത് ഒപ്പം ആർക്കറിയില്ല. നമസ്കാരം, ഞാൻ മനാഫ്. ഇന്ന് കോഴിക്കോട് ബീച്ചിലാണ് ഉള്ളത്. കോഴിക്കോട് ബീച്ചിൽ ഒരു സർബത്ത് കട തുടങ്ങിയിരിക്കുന്നത്. ജുബലാനി എന്നാണ് സർബത്ത് കടന്റെ പേര്. അതിൻ്റെ അടുത്താണുള്ളത്. അവിടെ ഒരു സർബത്തിന്റെ പേര് കിങ് ഓഫ് മനാഫ് എന്നാണ്. അതുപോലെ മൽപ്പേ സോഡ, അങ്ങനെ കുറെ വ്യത്യസ്തമായ വെള്ളങ്ങളുടെ ഒരു കച്ചവടമാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും നമ്മളെ M3R അംഗങ്ങളും കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാം. പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊന്ന് അറിഞ്ഞു വരാം. കണ്ടില്ലേ, ഇത് പാതിരയാണ്, നട്ടപ്പാതിര. ടൈം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് കോഴിക്കോട് ബീച്ചിലെ കോതി പാലത്തിനടുത്ത് ഒരു കടയ്ക്ക് മുന്നിൽ കാണുന്ന അസാധാരണ ആൾക്കൂട്ടം കണ്ടില്ലേ? അതാണ് ജബുലാനി സോഫ്റ്റ് ഡ്രിങ്ക് കട. അവിടെ കിട്ടുന്നത് കുപ്പിയിലാക്കി അട്ടിയിട്ട വരത്തം പാനീയങ്ങളല്ല, തനി നാടൻ വെള്ളങ്ങൾ. അത് വാങ്ങി കുടിക്കാനാണ് ഈ ആൾക്കൂട്ടം ഈ നട്ടപ്പാതിരയ്ക്കും ഇവിടെ കൂട്ടം കൂടുന്നത്. ഇവിടെ കിട്ടുന്ന പ്രധാന ഐറ്റങ്ങളുടെ ലിസ്റ്റാണിത്. കിങ് ഓഫ് മനാഫ്, മൽപ്പേ സോഡ, ദുരാത്മാവ്, മൊണാലിസ, ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. നാടൻ വെള്ളത്തിന്റെ കാര്യത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്ന പുറക്കാട്ടിരിക്കാരൻ ജബുലാനി, അതാണ് മൂപ്പര പേര്. മൂപ്പരാണ് ഈ കട നടത്തുന്നത്. നിന്ന് തിരിയാൻ നേരല്ല, അമ്മാതിരി കച്ചോടാണ് പഹേന്. ആത്മാവേപ്പോ 2004 ബേപ്പൂരിന്റെ മണ്ണിൽ തുടക്കം കുറിച്ച ജബുലാനി ഐസ് മിസ്റ്റിന്റെ ആത്മാവേപ്പോ സീസൺ 4 കോതിപ്പാലം ടർഫിന്റെ മുന്നിൽ ജബുലാനിന്റെ ആത്മാവേപ്പോ സീസൺ 4 നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അത്ഭുതങ്ങളുടെ മാലപ്പടക്കം തീർത്ത കോഴിക്കോട് ജബുലാനി ഐസ് മിസ്റ്റിന്റെ 21ാം വർഷത്തിലെ താരം ആത്മാവേപ്പോ സീസൺ 4 ഇത് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 അംഗ സമിതി പഠനം നടത്തി. ഇത് ഒപ്പം ആർക്കറിയില്ല. ജബുലാനി വിൽക്കണ സാധനം നാടനാണല്ലോ. അതുകൊണ്ട് മണ്ണിന്റെ ചെറിയ കുടുക്കയിലും മുള മുറിച്ചുണ്ടാക്കിയ ടംബ്ലറിലൊക്കെയാണ് ജബുലാനി തയ്യാറാക്കിയ പ്രത്യേകതരം ഐറ്റങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത്. നോമ്പ് തുറന്ന് തറാവി നിസ്കാരവും കഴിഞ്ഞ് ആളുകൾ കുടുംബസമേതം കോഴിക്കോട് കടപ്പുറത്തേക്ക് വരികയാണ്. കടല് കാണാനും കൂടെ ഈ കടപ്പുറത്തെ രുചികൾ അറിയാനും. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതേ ജബുലാനിന്റെ ഈ കടയാണ്. മലയാളികളെ ഒരുപോലെ നെട്ടിച്ച് അരിക്കൊമ്പനെ പോലും മലർച്ചടിച്ച മലബാറിൽ എഴുതപാടിയോ ആത്മാവേപ്പോ. കളിച്ച് പഠിക്കുന്ന പേരും പറഞ്ഞ് മൊബൈലിൽ കളിക്കുന്ന കുട്ടികളെ പേർക്കുന്ന സാധനം ഇത് നേരെ മൊബൈലിൽ കളിച്ചിട്ട് നോക്കിക്കൊണ്ടി. മനാഫില്ല, അപ്പൊ തൽക്കാലം ഈശ്വർ മൽപ്പാക്ക കളിക്കാതെ അതുകൊണ്ട് നിങ്ങളെ കുറച്ചൊന്ന് ക്യാൻസൽ ആക്കി. പക്ഷെ ലാസ്റ്റ് കൊടുത്തേ. ഞാൻ പറഞ്ഞ ഞായറാഴ്ചല്ലേ? ഞായറാഴ്ച ഞാൻ ഇന്നലെ അടിച്ചിട്ട് എല്ലാരോടും പറഞ്ഞു ഒരു ആത്മാവ് ഈ സാധനം കോഴിക്കോട് പല ഭാഗത്തും വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാൽ ആരും കൊടുക്കരുത്. ആവി പറക്കുന്ന കുടുക്കയും കൈ പിടിച്ച് ജബുലാനി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ കൂട്ടുമൂപ്പര് പുറത്തു വിടൂല. കാരണം അത് ട്രേഡ് സീക്രട്ടാണ്. പ്രത്യേകതര ഐസിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ജബുലാനി ഈ നീരാവി പുക ഉണ്ടാക്കുന്നത്. ആ പുകയാണത്രേ ദുരാത്മാവ്. എരും മധുരമുള്ള എന്താണ് അതിന്റെ പേരെന്താ? അത് മുളസോട. അടിപൊളിയായിട്ട എനിക്കൊന്ന്. പിന്നെ മാൽപ്പ പച്ചമാകണ്ടേ? എരിവും പുളിപ്പും മധുരവും പ്രത്യേക രീതിയിൽ ചേർത്താണ് ഓരോ വെള്ളവും ഉണ്ടാക്കുന്നത്.
ഈ രുചി വേറെ എവിടെ നിന്നും കിട്ടൂല. അതുകൊണ്ടാണ് ജബുലാനിക്ക് കയ്യൊഴിവില്ലാത്ത കച്ചവടം ഈ പാതിരയ്ക്കും കിട്ടുന്നത്. ഒരു 8 മൽപ്പ. ഓരോ നോമ്പുകാലത്തും ഓരോരോ പുതിയ പേരിൽ ഐറ്റം ഡ്രിങ്ക്സ് ഇറക്കുന്ന ജബുലാനി ശിരൂർ ദുരന്തം ഉണ്ടായപ്പോൾ മനസ്സിൽ നിശ്ചയിച്ചതാണ് അടുത്ത സീസണിൽ ഇറക്കുന്ന ഐറ്റത്തിന് മനാഫിന്റെയും മൽപ്പയുടെയും പേരുകൾ കൊടുക്കണമെന്ന്. വൈറൽ പേരുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത്തവണ കുംഭമേളയിലെ മാലവിൽപ്പനക്കാരി മൊണാലിസയും കൂടിയിട്ടുണ്ട്. അക്കൂട്ടത്തില് കിങ് ഓഫ് മനാഫ് എന്ന് പേരിട്ട ഡ്രിങ്ക് ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടഫ് മിക്സ് ആണത്രേ. അതുകൊണ്ട് ഇന്ന് മൽപ്പേ സോഡയും മുളസോഡയുമാണ് പ്രധാനമായും വിൽക്കുന്നത്. ഇതിന്റെ കേസുണ്ടല്ലോ, ആ കേസിന് താരായി നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ നോമ്പിന് ഓരോ വെറൈറ്റി പേരുകൾ ഇറക്കുന്ന ആളാ ഞാൻ. കഴിഞ്ഞ വൈറലായതാണ് ഇടുമ്പ സോഡ, തക്കുടു, ജലാഭിഷേക്ക്, തീപ്പൊരി സോഡ, ജല്ലിക്കെട്ട്, ഈ 5 ഐറ്റം വൈറലാണ്. അതുപോലെ തന്നെ പല നോമ്പിനും പല പേരിലാണ് ഞാൻ ഓരോ ഐറ്റംസ് ഇറക്കാം. അപ്പൊ മനാഫ്ക വൈറലായ ടൈമിന് അന്ന് ഞാൻ വിജയിച്ചാണ്. ഓരോ സംഭവവും അതിലെ നായകരും ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നു എന്നതിന്റെ വലിയ തെളിവാണ് ജബുലാനിയുടെ ഈ കട. ഇവിടെ വന്നുകൂടുന്ന ആളുകൾ മനാഫിന്റെയും മൽപ്പയുടെയും പേരുകൾ ഉച്ചരിക്കുമ്പോൾ അറിയാം സംഭവം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശിരൂർ ദുരന്തം ആളുകളുടെ മനസ്സിൽ എത്രമാത്രം മായാതെ കിടക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ ജബുലാനിക്ക് ഈ പേരിടാൻ തോന്നിയതും അത് വാങ്ങിക്കുടിക്കാൻ ആളുകൾ ഓടിക്കൂടുന്നതും. മലയാളികൾ ഒന്നടങ്കം ഒരു മനസ്സായി ഒരു ജീവൻ രക്ഷിക്കാൻ മനാഫിനും ഈശ്വർ മൽപ്പയ്ക്കുമൊപ്പം നിന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ ആൾക്കൂട്ടം മാറുന്നതും അതുകൊണ്ടാണ്. കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊക്കെ എപ്പോഴും വരാം. പക്ഷെ കോഴിക്കോട്ടാരനാകുമ്പോൾ മൂപ്പര് വന്നപ്പോൾ ഞാൻ അറിയില്ല. സത്യം ഞാൻ അറിയില്ല. ഏറ്റവും ടേടനും കാട്ടാളനും ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്യും. ഇതിന് മുമ്പ് വൈറലായ ഒരു ഐറ്റം ചാമ്പിക്കോ, അതിന് ശേഷം കരിവണ്ട് കരിമൂർക്കന്, പിന്നെ അതിന് ശേഷം ഉടുമ്പ് സോഡ, പിന്നെ കഴിഞ്ഞെല്ലാം തക്കുടു, ഈ കുളത്തിത്തന്നെ തക്കുടു. അപ്പൊ ഓരോ വർഷങ്ങളെ അവിടെ വൈറലായപ്പോ അങ്ങനെ ഞാൻ നിശ്ചയിച്ചു നിങ്ങളെ പേര് ഞാൻ പേര് അടുത്ത വർഷം ഉടനെ. അപ്പൊ മാൽപ്പന്റെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോ ആ മാൽപ്പന്റെ പേരിൽ ഉണ്ടായിക്കോട്ടെ. പടിഞ്ഞാറ് കടൽ ശാന്തമായി തിരയടിക്കുന്ന കോഴിക്കോടൻ കടപ്പുറത്തെ ഈ പാതിരാത്രിയിലും ജനജീവിതം തിരക്കിൽ തന്നെയാണ്. കോഴിക്കോട് നഗരത്തിന്റെ യഥാർത്ഥ നൈറ്റ് ലൈഫ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കടപ്പുറത്താണ്. ആ നൈറ്റ് ലൈഫിന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.